الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين وقال النبي صلى الله عليه وسلم ارحموا من في الأرض ويرحمكم من في السماء كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഈ വിശുദ്ധമായ റമളാനിനെ കുറിച്ച് ഒരുപാട് പോരിശകളും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിന്റെ ആദ്യത്തെ രാവ് മുതൽ പെരുന്നാളിന്റെ രാവ് വരെ നാം ദിനേന ആവർത്തിച്ച് ചൊല്ലേണ്ട ഒരു ദിക്റും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. കേവലം നമസ്കാരത്തിന് ശേഷം മാത്രം ഞാനും നിങ്ങളും പറഞ്ഞു വെക്കുന്ന ആ ദിക്ർ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ദിക്ർ മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയ്ക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന നാല് വചനങ്ങളുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ആദ്യമായി അല്ലാഹുവിനെ നമ്മൾ വാഴ്ത്തുന്നു. അല്ലാഹു ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ അല്ലാഹുവിനെ ആദ്യം പ്രീതിപ്പെടുത്തുന്നു. രണ്ടാമതായി അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുന്ന രീതിയിലുള്ള ആ ഒരു വചനമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. നമ്മൾ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാർ നമ്മൾ ദിനേന ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു അസ്അലുക്കൽ ജന്നത, നമ്മൾ അതിന് ശേഷമാണ് അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം നമ്മൾ തെറ്റുകാരാണ്, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞതിന് ശേഷം നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങൾ കാരണമായി നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാരണമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാനും നിങ്ങളും ഒരു അർഹരല്ല എന്ന് എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായി അറിയാം. എന്നാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ സ്വർഗത്തിൽ ചോദിക്കുകയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാവലിനെ തേടണമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിശാച് ചതിച്ച ഒരു സംഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് നൽകിയിട്ട് അല്ലാഹു പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ആ കാണുന്ന ഫലത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി. ഇതറിഞ്ഞ ഇബ്ലീസ് എന്ത് ചെയ്തു? മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാമിനെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലാഹു ഏതൊരു ഭക്ഷണമാണോ കഴിക്കണ്ട എന്ന് പറഞ്ഞത് ആ ഭക്ഷണം ഭക്ഷിപ്പിക്കാനുള്ള പ്രേരണ നൽകിക്കൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ തെറ്റിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നിട്ട് ആ ഒരു തൗബയുടെ ഫലമായി മഹാനായ ആദം നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനോട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു റബ്ബേ, വഇൻ ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പൂർണ്ണമായും പരാജിതരിൽ പെട്ടുപോകുമെന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്.
തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ നബിമാര് പോലും റബ്ബിനോട് തൗബ ചെയ്യുമ്പോൾ കേവലം മനുഷ്യരായി ജീവിക്കുന്ന, തെറ്റിലേക്ക് മാത്രം നമ്മുടെ മനസ്സും ശരീരം കൊണ്ടെത്തിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിനോട് എത്ര തൗബ ചെയ്താലും മതിയാവില്ല. എന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്ന ഒരു സുന്ദരമായ വചനമുണ്ട് പ്രിയപ്പെട്ടവരെ. കുല്ലി ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തിനോട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത എൻ്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണേ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകല്ലേ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ റഹ്മത്തിന്റെ പത്തിൽ ഞാനും നിങ്ങളും അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇനി കടന്നു വരുന്നത് മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളാണ്. എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും നമ്മുടെ പാപങ്ങൾ കൂടുതലായതിനാൽ നമ്മുടെ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായി ഒരൊറ്റ ഇസ്തിഗ്ഫാർ മതിയാകും റബ്ബിന്റെ മുന്നിൽ തൗബയുടെ സ്ഥാനത്തെത്താൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ദിനേനെ ദിക്റുകളിലായി ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ എന്തെല്ലാം ദുആയാണോ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്, ആ ദുആകളൊക്കെയും മനസ്സറിഞ്ഞ് വായിച്ച് ആ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓതാനും അതനുസരിച്ച് ജീവിക്കാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വരുന്ന സന്ദർഭം, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയുടെ മക്കളായ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുമായി ഒത്ത് കളിക്കുകയും അവരെ ചുംബിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ കടന്നു വന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, എനിക്ക് 12 മക്കളുണ്ട് നബിയെ. ആ 12 മക്കളിൽ ഒരൊറ്റ ആളെയും ഞാൻ ഇന്ന് വരെയും ചുംബിച്ചിട്ടില്ല നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യൻ പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത്രയ്ക്കും കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമയാണോ നീ? നിന്റെ ഹൃദയം അത്രയ്ക്കും കാഠിന്യമുള്ളതാണോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരൊറ്റ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കരുണ വർഷിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ ദിനരാത്രങ്ങൾ നമ്മൾ നിന്നും കൊഴിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് നിരാശരായിക്കൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ട റഹ്മത്തിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ് മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിനോട് പൂർണ്ണമായും തൗബ ചെയ്ത് മഗ്ഫിറത്ത് കരസ്ഥമാക്കിയ, അല്ലാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കിയ സ്വർഗത്തിന്റെ യഥാർത്ഥ അവകാശികളാകാൻ, നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.